الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا സത്യവിശ്വാസികളായ സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവൻ്റെ അടിമകൾ എന്ന നിലക്ക്, അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ എന്ന നിലക്ക്, അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടവർ എന്ന നിലക്ക്, അവൻ്റെ രക്ഷാശിക്ഷകൾക്ക് വിധേയരാവേണ്ടവർ എന്ന നിലക്ക് ഈ ഭൂമിയിൽ പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ശക്തമായ ഭാഷയിൽ ആദ്യമായി ഞാൻ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അസ്തിത്വത്തെപ്പറ്റിയും അവൻ്റെ കഴിവിനെപ്പറ്റിയും ശക്തി മാഹാത്മ്യത്തെപ്പറ്റിയുമൊക്കെ ബോധ്യപ്പെടുത്താൻ ധാരാളം കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആകാശം അതിൽപ്പെട്ടതാണ്, ഭൂമി അതിൽപ്പെട്ടതാണ്, സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടികളാണ്. അതിൽപ്പെട്ട ഒന്നാണ് കാലം. വൽ അസ്ർ, കാലം തന്നെ സത്യം. കാലം എന്നത് അള്ളാഹു ബന്ധപ്പെടുത്തിയിട്ടുള്ളത് സമയവുമായിട്ടാണ്. ആ കാലഘട്ടം മനുഷ്യന്റെ മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമാണ് കാലഘട്ടമായും ചരിത്രമായും മാറുന്നത്. അത് അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്യാൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. വല്ലൈലി വന്നഹാരി വൽ ഫജ്ർ വദ്ദുഹ എന്ന് തുടങ്ങിയ വസ്തുക്കളെ, പ്രതിഭാസങ്ങളെ
എടുത്ത് ഉദ്ധരിക്കുന്ന അതേ രൂപത്തിൽ അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് വൽ അസ്ർ, കാലം. ആ കാലത്തെ അള്ളാഹു ബന്ധപ്പെടുത്തിയിട്ടുള്ളത് സമയവുമായിട്ടാണ്. ആ സമയത്തെ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അളവ് പോലാണ് വർഷവും മാസവും ദിവസവും. ആ വർഷത്തെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമി സൃഷ്ടിച്ച അന്ന് മുതൽ മാസം 12 എണ്ണമാണ്. അതിൽ 4 മാസത്തിന് അല്ലാഹു പവിത്രത നൽകി. അതാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസം എന്ന് പറയുന്നത്. മറ്റ് 3 മാസമുണ്ട്, റജബ്, ശഅബാൻ, റമളാൻ. അത് അനുഷ്ഠാന പ്രധാനമാണ്. ബാക്കി 5 മാസത്തെ പറ്റി പ്രത്യേകിച്ച് പരിഗണിച്ചൊന്നും പറഞ്ഞില്ല. അത് അല്ലാഹു ഫ്രീ ആയിട്ട് വിട്ടു. 4 മാസം യുദ്ധം ഹറാമാക്കി, 3 മാസത്തെ അനുഷ്ഠാന പ്രധാനമാക്കി. ആ അനുഷ്ഠാന പ്രധാനമാക്കി നിശ്ചയിച്ചിട്ടുള്ള മാസങ്ങളിലൂടെയാണ് വിശ്വാസികൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ പരിശുദ്ധമായ റജബ്, ശഅബാൻ മാസത്തിലൂടെ. റജബ്, ശഅബാൻ, റമളാൻ. അബൂബക്കർ അദ്ദഖ്ലി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു, എന്താണ് റജബും ശഅബാനും റമളാനും തമ്മിലുള്ള ബന്ധം. ഷഹ്റു റജബിൻ, റജബ് മാസം ശറഹു സറ, കൃഷി ഇറക്കേണ്ട മാസമാണ്, വിത്തിറക്കേണ്ട മാസമാണ്. ഷഹ്റു ശഅബാൻ സുഖിയ സർ, ചെടിക്ക് കൃഷിക്ക് വെള്ളവും വളവും നൽകി കിളകൾ പറിച്ച് അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട മാസമാണ്. ഷഹ്റു റമളാൻ, റമളാൻ എന്നത് യൗമ ഹസാദ് അല്ല ഷഹ്റുൽ ഹസാദ്, ആ വിളകൾ കൊയ്തെടുക്കേണ്ടുന്ന മാസമാണ്. ഈ മാസങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കടന്നു പോകുന്നത്. റജബിനെ പറ്റി പറയുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികൾ റജബ് എന്ന മാസത്തെ ആദരിച്ചിട്ടുണ്ട്. അവർ യുദ്ധം ചെയ്യാതെ അതിന്റെ പവിത്രത അംഗീകരിച്ചിട്ടുണ്ട്. റജബ് ആദരവിന്റെ മാസമാണ്, ആരാധനയുടെ മാസമല്ല. അഥവാ റജബിൽ പ്രത്യേകമായ ഒരു നമസ്കാരമോ ഒരു നോമ്പോ ഇബാദത്തോ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നർത്ഥം. പക്ഷെ റജബിൽ എന്താ സംഭവിക്കേണ്ടത്? റമളാന് വേണ്ടിയുള്ള അതിശക്തമായ നിയ്യത്ത്. മുൻഗാമികൾ 6 മാസം മുമ്പേ റമളാന് വേണ്ടി പ്രാർത്ഥന ആരംഭിക്കുമെന്നാണ്. റമളാൻ കഴിഞ്ഞ 6 മാസക്കാലം കഴിഞ്ഞ റമളാൻ സ്വീകരിക്കാനാണ് അവർ പ്രാർത്ഥിച്ചതെങ്കിൽ, എങ്ങനെ? റമളാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസക്കാലം അവർ നിർവഹിച്ച കഴിഞ്ഞ റമളാനിലെ ഇബാദത്തുകളും നോമ്പടക്കം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു 6 മാസക്കാലം. അപ്പൊ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ മുതൽ 5 മാസക്കാലം അവർ പ്രാർത്ഥിച്ചത് അടുത്ത റമളാൻ ആരോഗ്യത്തോടെ സ്വീകരിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയാണ്. എങ്കിൽ അവർ മാനസികമായ ഒരുക്കം 5 മാസം മുമ്പേ ആരംഭിക്കും. അത് ഏറ്റവും മൂർത്ത രൂപത്തിലാകുന്നത് റജബിലാണ്. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരു അടിമ രോഗിയായി അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ടി വന്നു എങ്കിൽ അവന് സാധാരണ നാട്ടിൽ വെച്ച് നിർവഹിക്കുന്ന പല ഇബാദത്തുകളും ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന പല ഇബാദത്തുകളും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ശക്തമായ നിയ്യത്തുണ്ടെങ്കിൽ, തീരുമാനമുണ്ടെങ്കിൽ, തേട്ടമുണ്ടെങ്കിൽ, ഒരാൾ രോഗിയാവട്ടെ യാത്രക്കാരനാവട്ടെ, അവൻ നാട്ടിൽ സ്വസ്ഥമായി നിൽക്കുമ്പോൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തിന്റെയും പ്രതിഫലം അള്ളാഹു അയാൾക്ക് എഴുതും എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്. അപ്പൊ എന്തിനാ നിയ്യത്ത്? അഥവാ റമളാൻ എന്തെങ്കിലും ഒരു എതക്കെട് വന്നാൽ പ്രതിഫലം നഷ്ടപ്പെടരുത്. ആ മാസത്തിലൂടെ കടന്ന് നമ്മൾ ശഅബാനിൽ എത്തി നിൽക്കുകയാണ്. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ശഅബാൻ എന്ന പദത്തിന്റെ അർത്ഥം? എങ്ങനെയാണ് ആ മാസത്തിന് ആ പേര് വന്നത്? യതശഅബൂനൽ അറബ് ലിതലബിൽ മിയാ, വെള്ളമന്വേഷിച്ച് അറബികള് പല ഭാഗത്തേക്കും ഓടിപ്പോകുന്ന മാസമായിരുന്നു ശഅബാൻ. ആ അർത്ഥത്തിലാണ് ആ മാസത്തിന് ആ പേര് വന്നിട്ടുള്ളത്. ആ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത,
അതിന്റെ ചരിത്രപരമായ പ്രത്യേകത, ഹിജ്റ 2-ാം കൊല്ലം ശഅബാനിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. ഹിജ്റ 2-ാം വർഷം ശഅബാനിലാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഖിബല കഅബയിലേക്ക് മാറുന്നത്. ഹിജ്റ 3-ാം വർഷം ശഅബാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹം കഴിക്കുന്നത്. ഹിജ്റ 5-ാം വർഷം ശഅബാനിലാണ് ബനു മുസ്ദലഖ് എന്ന ചരിത്ര പ്രസിദ്ധമായ യുദ്ധം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയാണ് ശഅബാൻ മാസം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ശഅബാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ശഅബാനാണ്ട് പറഞ്ഞാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുന്നത് കണ്ടാൽ ഇനി ഒരിക്കലും നോമ്പ് ഒഴിവാക്കൂലാന്ന് തോന്നും. അങ്ങനെ തുടർച്ചയായിട്ട് പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നിർത്തിയത് കണ്ടാലോ ഇനി തീരെ നോൽക്കൂലാന്ന് തോന്നും. ഏതായിരുന്നാലും ആകെ മൊത്തം ടോട്ടൽ പരിശോധിക്കുമ്പോൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച മാസം ശഅബാനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രഗൽഭരായ സഹാബികൾ ഇതിന്റെ കാരണം അന്വേഷിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാരണമാണ് ഇന്ന് ഞാൻ എൻ്റെ ഖുത്ബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ നോമ്പ് അനുഷ്ഠിച്ചത്? അതിന് അവിടുന്ന് പറഞ്ഞ മറുപടി, യഗ്ഫുലുൻ നാസു ബൈന റജബിൻ വ റമളാൻ ഷഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബിൻ വ ശഅബാൻ. റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി കടന്നു പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. സ്വാഭാവികമാണ്. എന്താ പറയാ, നീ നോമ്പാട്ട അപ്പ തുടങ്ങാം, ഖുർആനോത്തല്ലേ. അതെന്താ അറിയോ, റമളാൻ 1 തുടങ്ങിയാലേ ഒരു കണക്കുണ്ടാവുള്ളൂ, ഒരു കറക്റ്റ് കണക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നോമ്പിന് തുടങ്ങാം. ഇഴ്തികാഫ് എല്ലാ പരിപാടിയും ഇനിയിപ്പോ 2 ആഴ്ചയുള്ളൂ, നോമ്പിനാണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് റമളാന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ വല്ലാതെ അശ്രദ്ധ കാണിക്കുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചത്. ഇതിൽ നിന്ന് വിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്. എന്താണെന്നറിയോ, ജനങ്ങൾ അള്ളാനെ മറക്കുന്ന ചില സമയങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ അള്ളാനെ കൂടുതൽ ഓർത്താൽ, സഹോദരന്മാരെ, ജനങ്ങളെല്ലാവരും നമ്മെ മറക്കുമ്പോ, ജനങ്ങൾക്കാർക്കും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ, ജനങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും സഹായിക്കാത്ത ഒരുപാട് പ്രതിസന്ധികൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി നമ്മൾ നിൽക്കുമ്പോ, പടച്ച റബ്ബ് നമ്മ മാറോട് ചേർക്കും, യാതൊരു സംശയവുമില്ല. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മളെ പച്ച കുടുങ്ങിയൊരു സമയത്ത് ആരോട് ചോദിച്ചിട്ടും കടം കിട്ടണില്ല, നമ്മൾ അവസ്ഥ മനസ്സിലാക്കി ഒരാൾ നമ്മളെ സഹായിച്ചാൽ, സഹോദരങ്ങളെ, മരണം വരെ നമ്മൾ മറക്കൂല. അതേപോലെ ജനങ്ങളൊക്കെ മറക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്, ചില മേഖലകളുണ്ട്. അവിടെ നമ്മൾ അള്ളാനെയും അവന്റെ നിയമത്തെയും മുറുകെ പിടിച്ച് ഓർത്ത് പരിഗണിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഈ കാണുന്ന ജനങ്ങൾ, ഈ കാണുന്ന കുടുംബം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എപ്പോഴാ? മരിക്കുമ്പോ. മെഡിക്കൽ സയൻസ് പരാജയപ്പെടും. ലക്ഷക്കണക്കിന് ഉറുപ്പിക ബാങ്കിലുണ്ട്, കോടാനക്കോടി ഉറുപ്പിക ചെലവാക്കാൻ മക്കളുണ്ട്. പക്ഷേ ഡോക്ടർമാര് പറയും ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമല്ലാന്ന്. ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾക്ക് എന്താ നിങ്ങളെ ബാപ്പക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാ? എന്റെ മനസ്സിൽ ഒന്ന് ചെരിഞ്ഞു കിടക്കണം എന്ന ആഗ്രഹമുണ്ട്. താളം കാണിക്കാനോ പറയാനോ കഴിയാത്തൊരു സന്ദർഭത്തിൽ 100 ആളുണ്ടായിട്ട് എന്താ കാര്യം? ആലോചിക്കുക. വായയിലൂടെ മൂക്കിലൂടെ കൊടുക്കുന്ന ഭക്ഷണം കീപ്പട്ട് ഇറങ്ങണില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായിട്ട് എന്ത് കാര്യം? സ്വന്തം കണ്ണിൽ നിന്ന് ഒലിച്ചു വീഴുന്ന കണ്ണുനീർ സ്വന്തം കൈകൊണ്ട് തുടക്കാൻ കഴിയാതെ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി നിന്ന് ഉള്ളിൽ ഓർമ്മ വെച്ച് പറയുന്നതും
ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടും പ്രതികരിക്കാൻ സാധിക്കാതെ കിടക്കുമ്പോ സഹോദരങ്ങളെ, ഭൗതികമായി എന്ത് അനുഗ്രഹമാണ് നമുക്ക് സഹായമാകുക? ഒന്നും ആവൂല. അവിടെ ആരാ സഹായിക്ക? അല്ലാഹ് സഹായിക്കും. ആരെ? അന ഇൻദ ളന്നി അബ്ദി ബി, അന ഇൻദ ളന്നി അബ്ദി ബി. ഒരടിമ എന്നെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനെയും പരിഗണിക്കുക. മനസ്സിലായോ? എല്ലാരും ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്, ആരുമില്ലേ ഞാനുമില്ല. അങ്ങനെയാണോ? എങ്കിൽ അള്ളാഹ് ഇങ്ങോട്ടും അങ്ങനെ തന്നെ പെരുമാറുക, പ്രശ്നമൊന്നുമില്ല. ജനങ്ങൾ മഗ്‌രിബിന് ആളുമ്പാടുണ്ടാവില്ല പള്ളിയിൽ. എന്താ കാരണം? അതൊരൊഴുക്ക. മഗ്‌രിബിന് പള്ളിക്ക് ഒരു ഒഴുക്ക. ആ ഒഴുക്കിൽ കുറെ ചണ്ടികൾ ഇങ്ങനെ വരുന്നതാണ്. ആ ചണ്ടികളൊന്നും സുബീക്കുണ്ടാവൂല. എവിടെ പോയി? എല്ലാരും ഇല്ലേ ഞാനുമില്ല, എല്ലാരും ഉണ്ട് ഞാനും ഉണ്ട്. ഇതാ അല്ല. അപ്പൊ അള്ളാഹ് നമ്മളെങ്ങനെ പരിഗണിക്കുക? അങ്ങനെ തന്നെ പരിഗണിക്കുള്ളൂ. അന ഇൻദ ളന്നി അബ്ദി ബി. അടിവരട്ട് മനസ്സിലായിക്കോളി. ജീവിതത്തിൽ അള്ളാഹനെ മറക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ, കുടുംബം, കൂട്ടുകാർ, ഇണകൾ, മക്കൾ, സംഘടനക്കാർ, രാഷ്ട്രീയക്കാർ, പ്രസ്ഥാനക്കാർ അള്ളാഹനെ മറക്കുന്ന സമയത്ത് അള്ളാഹനെ നമ്മൾ ഓർത്താൽ അള്ളാഹ് നമ്മളെ ഓർക്കും. 3 വാഗ്ദാന ഖുർആൻ തന്നത്. പരിശുദ്ധ ഖുർആൻ വിശ്വാസ മുമ്പിൽ 3 വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ ഏറ്റെടുത്ത 3 വാഗ്ദാനം എന്താ അറിയോ? ഉദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞങ്ങൾ ഓർക്കും. വാഗ്ദാനം 1. ഓർക്കില്ലെങ്കിലോ? നിങ്ങൾ ഓർക്കൂല. അത്രേ ഉള്ളൂ. വഷ്കുറൂലി ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ഇങ്ങോട്ട് നന്ദി ചെയ്താൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും. അള്ളാന്റെ വാഗ്ദാനാണ്. ഇല്ലെങ്കിലോ? കിട്ടൂല. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരും. ഇല്ലെങ്കിലോ? തരൂല. അത്രേ ഉള്ളൂ. ഒന്നാമത്തെ എന്താ? ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്തോ. എപ്പോ? എല്ലാരും ഓർക്കുമ്പോ. അങ്ങനൊക്കെ ഇടക്കിടക്ക് നിങ്ങളെ ഞാൻ ഓർക്കും. എപ്പോഴും എന്നെ ഓർത്തോ, എപ്പോഴും നിങ്ങൾ ഓർക്കും. എപ്പോഴും എന്നെ പരിഗണിച്ചോ, എപ്പോഴും നിങ്ങളെ പരിഗണിക്കും. ആരും പരിഗണിക്കാത്തവ എന്നെ പരിഗണിച്ചോ, ആരും ഇല്ലാത്തവ ഞാൻ പരിഗണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും നിസ്സഹായനാകുന്നത് എപ്പോഴാ? മരിക്കുമ്പോ. ഞാൻ നേരത്തെ പറഞ്ഞ സമയം. അപ്പൊ അള്ളാഹ് എങ്ങനെ സഹായിക്കുക? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മലക്കളിറക്കും. കാരണം എന്താ? മനുഷ്യർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി അവർക്ക് ഒരു റോളുമില്ല. ആ റോളില്ലാത്ത മൂമെന്റിൽ മലക്കളുടെ റോൾ ആരംഭിക്കും. അവർ വരും. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. പേടിക്കണ്ട, ദുഃഖിക്കണ്ട. മരിച്ചു പോണ ആക്ക് ഇത് രണ്ടും ഉണ്ടാവും. റഹ്മാനായ റബ്ബേ, ഞാന് അടുത്ത കാലത്ത് ഇങ്ങനെ ഇവിടൊക്കെ ഈ കടവത്തൂര്, പെരിങ്ങത്തൂര്, എലാങ്കോട്, വൈക്കൊക്കെ ഇങ്ങനെ യാത്ര പോയപ്പോ എങ്ങനെ ഇപ്പൊ ഈ വീട്ടിൽ നിന്നൊക്കെ മരിച്ച് ഇറങ്ങിപ്പോവാന്ന് ആലോചിച്ച് എന്റെ വീടിന്റെ വലിപ്പം കണ്ടിട്ട്, വീട്ടിന്റെ മുമ്പിലെ വാഹനം കണ്ടിട്ട്, മനസ്സിലായോ? നിങ്ങളെ വീടിന്റെ ഗേറ്റ് കണ്ടിട്ടേ എങ്ങനെയാ സഹോദരന്മാരെ മരണത്തിന് കീഴടങ്ങി ഈ വീടും സൗകര്യവും വാഹനം വിട്ട് പള്ളിക്കാട്ടിക്ക് പോവാന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ദുഃഖം ഉണ്ടാവും, ഭയം ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ചെയ്തു വെച്ചത് മുഴുവൻ കുരുത്തക്കട. ഉള്ള സമ്പത്ത് മുഴുവൻ ബാങ്കിലാ. ഒരു പാവപ്പെട്ടവൻ കൈനീട്ടിയാലേ 10ൽ കൂടുതൽ കയ്യിൽ നിന്ന് വരൂല. ഇവന്റെ ബാങ്കിൽ പൈസ ലക്ഷക്കണക്കിനുണ്ട്. മൂക്ക് മണ്ണ് കുത്തി കബർക്ക് വെക്കുമ്പം അവന്റേതെന്ന് പറയാൻ ഈ 10 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോഴാണ് ശരിക്കും അതിന്റെ നഷ്ടം മനസ്സിലാവുക. പരലോകത്തെ പറ്റി ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു സൂറത്തിന്റെ പേര് യൗമുത് തഗാബുൻ. വീട്ടിൽ പോയി പരിശോധിച്ചോളി. യൗമുത് തഗാബുൻ, സൂറത്തുത് തഗാബുൻ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? നഷ്ടം വെളിവാകുന്ന ദിവസം. ഏത് നഷ്ടം? ഏത് നഷ്ടം? എന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിട്ട്, എനിക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട്, പടച്ച റബ്ബേ, എന്റെ പരലോകം നേടാൻ എന്റെ സമ്പത്തോ എന്റെ സമയമോ ആരോഗ്യമോ എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന നഷ്ടബോധം അത് വെളിവാകുന്ന ദിവസം. അള്ളാഹു ഒരു സൂറത്തിന് പേരിടണമെങ്കിൽ എന്റെ ഗൗരവത്രയാ. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹ് മാന മറക്കിട ചില സമയമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു വന്ന് ബൈനൽ മഗ്രിബി വൽ ഇശാ. മഗ്രിബിന്റെ ഇശാന്റെ ഇടയിൽ നിങ്ങൾ ഞാൻ എന്താ ചെയ്യല്? മഗ്രിബ് കഴിയും ചെയ്തു, ഇശ ആയിട്ടുമില്ല. അതിന്റെ ഇടയിലുള്ള സമയം എവിടെ? അങ്ങാടിയിൽ. അങ്ങാടിയിൽ എന്താ പണി? ഒന്ന് നിസ്കരിച്ച മഗ്രിബ് ഗൂഗിൾ പേ ആക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഈ നിസ്കരിച്ച നിസ്കാരം ഗൂഗിൾ പേ ആക്കണ പണി ആ മഗ്രിബിന്റെ ഇടയിൽ. ഇത് ഒരുത്തനെ കുറ്റം പറയും, ഗൂഗിൾ പേ പോയി, മഗ്രിബ് പോയി. എന്നിട്ട് പിന്നെ ഇശാ കഴിയും. ഇശാ കഴിഞ്ഞിട്ടോ അതും ഗൂഗിൾ പേ. അത് കഴിഞ്ഞിട്ടേ വീട്ടിൽ പോവുള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഇസ്രാ, സൂറത്ത് സുമർ പാരായണം ചെയ്തത് മഗ്രിബിന്റെ ഇടയിൽ ഇശാന്റെ ഇടയിലെ സമയം. വേണമെങ്കിൽ പകർത്തിക്കോളി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്ന് രാത്രി ഒറ്റ ഉപകാരം, മഗ്രിബിന് ശേഷം സൂറത്ത് ഇസ്രാവും സൂറത്ത് സുമറും ഓതിയാലേ ബാങ്ക് ഇങ്ങനെ കൊടുക്കും. സൂറത്ത് സുമറിന്റെ അവസാനത്തെ ആയത്ത് ഒരു ബേഷാങ്ക് അങ്ങനെ ഏടി പോകാൻ കഴിയൂല. ആ സമയം മുഴുവൻ ഖുർആനാവും. നോക്കിങ്ങൾ അതിന്റെ സൈക്കോളജി. ഇനി ഇങ്ങനെയും ബാപ്പാര് എന്റെയും നിങ്ങളെയും ബാപ്പാര് മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശാ നിസ്കരിക്കാതെ പള്ളിയിൽ പുറത്തിറങ്ങിനോ? ഇല്ല. നമ്മളമ്മ ഇന്ത്യങ്ങളിൽ പെണ്ണുങ്ങളല്ല, അയത്ര കഥ എടുക്കാനില്ല. നമ്മളൊക്കെ അമ്മാര് മഗ്രിബിട്ട നിസ്കാരക്കുപ്പായം എപ്പോഴാ കഴിച്ചത്? ഇശാ കഴിഞ്ഞിട്ട്. ആ ബർക്കത്ത് നിങ്ങൾ വീട്ടിലുണ്ടോ? നിങ്ങൾ ഇന്ത്യ ഇമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചി നമ്മളെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിനുണ്ടോ? ഇല്ല. എന്തേ കാരണം? ചേരുവ കൂടിയതല്ലേ, സാധനങ്ങൾ കൂടിയതല്ലേ, സൗകര്യങ്ങൾ കൂടിയതല്ലേ, രുചിക്കൂട്ടുകൾ കൂടിയതല്ലേ. രുചിയുടെ പോയി അത് ഉമ്മ കൊണ്ടുപോയി, ബാപ്പ കൊണ്ടുപോയി. കാരണം ബാപ്പന്റെ കൂടെ പടച്ചോണ്ടായിരുന്നു, ഉമ്മന്റെ കൂടെ പടച്ചോണ്ടായിരുന്നു. നമ്മളെ കൂടെ പിശാചാണുള്ളത്. ഇശാന്റെയും മഗ്രിബിന്റെയും ഇടയിൽ മൊബൈലില്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഇസ്രാഉം സൂറത്ത് സുമറും ഓതി. കാരണം എല്ലാവരും അള്ളാഹുവിനെ മറക്കുന്ന സമയം അള്ളാഹിനെ കൂടുതൽ ഓർത്തു. റസൂലുള്ളാഹിനെ അള്ളാഹു സ്വീകരിച്ചില്ലേ? ഇലർ റഫീഖിൽ അഅലാ, ഇലർ റഫീഖിൽ അഅലാ, ഇലർ റഫീഖിൽ അഅലാ, എന്റെ ഉന്നതനായ കൂട്ടുകാരിലേക്ക് ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് പറന്നുയരാൻ ആയിഷ റളിയല്ലാഹു മാറിൽ തലവെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിപ്പോവാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? എന്താ കാര്യം? അള്ളാഹിനെ പരിഗണിച്ചതാ. നമ്മൾ ആരെ പരിഗണിക്കുക? പരിശോധിക്കണം. 2, തഹജ്ജുദിന്റെ സമയം. എന്ത് ഈ തഹജ്ജുദിന് ഇത്ര പ്രാധാന്യം ഉണ്ടാകാൻ കാരണം? ചെല്ലുന്ന പ്രാർത്ഥനക്ക് ഒന്നല്ലേ? നമ്മൾ സുബഹിസ്കാരത്തിൽ ചെല്ലുന്ന അതേ ദിക്ർ തന്നെയല്ലേ തഹജ്ജുദിന് ചെല്ലുന്നത്. പക്ഷേ ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പ നീറ്റ് അള്ളാഹിനെ പരിഗണിക്കുമ്പോ അള്ളാഹ് നമ്മുടെ മാറോട് ചേർക്കും, ഒരു സംശയമില്ല. നാളെ പരലോകത്ത് കോടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ അള്ളാന്റെ ഭാഗത്തുനിന്ന് ഒരു വിളിച്ചു ചോദ്യം, ഐനല്ലദീ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, ഐനല്ലദീ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ. എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത മനുഷ്യന്മാരവിടെ വിളിച്ചു ചോദിക്കും. ആരെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ അടുത്ത വാക്കെന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുറച്ചാൾ ഇങ്ങനെ കൈബന്ധിക്കൂ. എല്ലാരും ഉണ്ടാവൂല, എല്ലാരും ഉണ്ടാവൂല. അവരോട് സ്വർഗത്ത് പോകാൻ പറയും. എന്നിട്ട് വിചാരണ ആരംഭിക്കുക. നോക്കി നിങ്ങൾ അള്ളാഹ് ചേർത്ത് പിടിച്ച കണ്ടോ? അള്ളാഹ് ചേർത്ത് പിടിച്ച കണ്ടോ? അള്ളാഹിനെ ജനങ്ങൾ മറക്കുമ്പോ അള്ളാഹിനെ ചേർത്ത് പിടിച്ചവരെ അള്ളാഹ് പരലോകത്ത് ചേർത്ത് പിടിച്ചാണ്ടോ? സഹോദരങ്ങളെ, അള്ളാന്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നഗ്നപാതനായി ചേലാക്രമം ചെയ്യപ്പെടാത്ത രൂപത്തിൽ വിചാരണക്ക് നിന്നോക്കണം. അപ്പൊ അറിയുന്ന കഥ എന്താ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക, റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ആരാത്? ഖലീലുല്ലാഹ്. 1,24,000 പേരും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 2 പ്രവാചകനെയാണ് അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തത്. ആ പ്രവാചകനാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്ന ദിവസം നീ മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുമാറ് പ്രവാചകന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. എന്ത്? അള്ളാന്റെ മുമ്പിലെ നൃത്തം, അള്ളാന്റെ മുമ്പിലെ വിചാരണ. അറിയോ? അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അതിൽ നിന്ന് രക്ഷപ്പെടാം. രാത്രി എല്ലാരും ഉറങ്ങുമ്പോ അള്ളാനെ പരിഗണിക്കണം. 3ാമത്തത് അങ്ങാടി. അങ്ങാടി എന്ന് പറഞ്ഞാല് ഒരാഘോഷത്തിന്റെ മൂടാണ്ടാവുക. നമ്മളാരെങ്കിലും ലുലുമാറിൽ ചെന്നിട്ട് പടച്ചോനെ പിടിച്ച് കരയലുണ്ടോ? ഇല്ലല്ലോ. മഗ്രിബ് ഇശാക്കാട് കഴിഞ്ഞോണ്ട് നമ്മൾ അറിയലുണ്ടോ? ഇല്ല. ജമാഅത്ത് കഴിഞ്ഞോണ്ട് അറിയലുണ്ടോ? ഇല്ല. എന്താ കാര്യം? അതൊരാഘോഷത്തിന്റെ മൂടാ അങ്ങാടി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള സ്ഥലം അങ്ങാടിയാ. ആ അങ്ങാടിയിലെത്തുമ്പോ പ്രവാചകൻ ഒരു ദിക്ർ പഠിപ്പിച്ചു. ആ ദിക്ർ ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ നന്മയുടെ വേടിൽ 10 ലക്ഷം നന്മ രേഖപ്പെടുത്തും. അതിന്റെ പ്രാധാന്യം നോക്കിക്കള്. എന്താ കാരണം അറിയോ? ആരും ഉണ്ടാവില്ല പറയാൻ, ഒരാള് പറയാണ്ടാവൂല. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ ഹയ്യു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്
ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അങ്ങാടിയിൽ വെച്ച്. ഈ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഇത്ര പീടിയ വേണമെന്ന് കണക്കൊന്നുമില്ലട്ടോ. നിങ്ങളെ വീട്ടിന്റെ അടുത്ത് ഒരു ഒറ്റപ്പെട്ട പീടിയുണ്ട്, നിങ്ങൾ അവിടുന്ന് ആ സാധനം വാങ്ങല്, അതാണ് നിങ്ങൾ അങ്ങാടി. അവിടെ ചെന്ന് ഒരു പട്ടം ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹസനാത്തിൽ നന്മയുടെ ഭാഗത്ത് 10 ലക്ഷം നന്മ രേഖപ്പെടുത്തും. കാരണം അങ്ങാടി ജനങ്ങൾ അള്ളാനെ മറക്കുന്ന സമയ, അപ്പൊ നമ്മൾ അള്ളാനെ ഓർക്കണം. അതേപോലെ തന്നെ മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതു ഷഹീദ്. ജനങ്ങൾ മറന്നു പോകുന്ന എത്രയോ സുന്നത്തുകൾ. ഒറ്റ ഉദാഹരണം പറയാം. ഞങ്ങളിപ്പോ എല്ലാവരും വീട്ടിൽ നിന്നല്ല വരുന്നത്. അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പറഞ്ഞോ? ഇല്ല. എന്തേ മറന്ന്? ഏതൊക്കെ പ്രാർത്ഥന? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തെ പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ ദുആ പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിന്റെ പുറത്തേക്ക് കാല് വെച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല. സൈനബ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയാ. ആരാ പറഞ്ഞത്? ഓർമ്മല്ല. മറന്നില്ലേ? മറക്കാൻ പഠിച്ചിട്ടല്ല, എങ്ങനെ മറക്കല്? ശരി, ഈ സുന്നത്ത് ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ പഠിക്കാത്ത, ഒരു മനുഷ്യൻ ചെയ്യാത്ത ഈ സുന്നത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരാൾ പറഞ്ഞാൽ ജനങ്ങൾ മറന്നു പോകുന്ന ഒരു സുന്നത്ത് ഒരു മനുഷ്യൻ പഠിച്ചെടുത്ത് ജീവിതത്തിൽ പകർത്തിയാൽ ഫലഹു അജ്റു മിഅതു ഷഹീദ്. സുബ്ഹാനല്ലാഹ്. 100 രക്തസാക്ഷിന്റെ പ്രതിഫലം. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 100. ഒരു രക്തസാക്ഷിന്റെ പ്രതിഫലം എന്താ? അയാൾക്ക് ഖബർ ജീവിതമില്ല, അവർക്ക് വിചാരണയില്ല, അവർ മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോകും. അവരുടെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന ഒറ്റത്തുള്ളി രക്തം കൊണ്ട് അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും. മറ്റെല്ലാ തുള്ളി രക്തവും സ്വർഗത്തിലെ പടപൊളിയോർത്തും. 40ഓളം വ്യക്തികൾക്ക് ശുപാർശ പറയാൻ പരലോകത്ത് ഇയാൾക്ക് അള്ളാഹു അധികാരം നൽകും. എത്ര പ്രത്യേകതയാണ് സഹോദരന്മാര് ഒറ്റ രക്തസാക്ഷിക്ക്. 100 രക്തസാക്ഷി. ആർക്ക്? ജനങ്ങൾ മറന്നു പോകുന്ന ഒരു സുന്നത്തിന് ജീവിതത്തിലൂടെ ജീവൻ നൽകിയാൽ ജനങ്ങൾ മറന്നു പോകുന്നു എന്നതാണ് പ്രത്യേകത. ബദഅൽ ഇസ്ലാമു ഗരീബ. ആരും സ്വീകരിക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഇസ്ലാം ഈ ലോകത്തേക്ക് വന്നത്. വസയഊദു കമാ ബദ. അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. പോയി കഴിഞ്ഞു. ദീനൊന്നും നമ്മുടെ വീട്ടിൽ നടക്കൂല. നിങ്ങൾ കല്യാണം വരുമ്പോഴേ ഇസ്ലാമിന്റെ കല്യാണം എന്ന് പറഞ്ഞു നോക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം പഠിപ്പിച്ച കല്യാണം, എന്റെ വീട്ടിൽ എന്റെ മോന്റെ കല്യാണം അങ്ങനെയാകണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താവും. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിൽ പെൺകുട്ടിക്ക് 10 പൈസന്റെ ചെലവുണ്ടോ? 1 ഉറുപ്പ്യന്റെ ചെലവ് ഇസ്ലാമിൽ പെൺകുട്ടിക്കുണ്ടോ? അല്ലേ? ഇല്ല. എല്ലാ ചെലവും പൊന്നായിരിക്കാം പെൺകുട്ടിക്ക്. എന്തേ കാര്യം? ദീനില്ല. മുജാഹിദുകൾക്ക് വ്യത്യാസമുണ്ടോ? ദൂർത്തിലും പൊങ്ങച്ചത്തിലും ആർഭാടത്തിലും ആർക്കാ വ്യത്യാസമുള്ളത്? ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. ഇത് പാടില്ല എന്ന് എന്താ മറുപടി? അതൊക്കെ മൗലവി കഴിഞ്ഞു. പിന്നെ എവിടെ ദീന്? കയ്യബടെ, വേറൊരു മാറ്റമില്ല. പിന്നെ മൗലൂദ് ഓതണ്ട, മൗലിയാമാർക്ക് പൈസ കൊടുക്കണ്ട, നീർച്ച കഴിച്ച പൈസ എത്രയാ ലാഭം? അല്ലേ? വിവാഹത്തിൽ ദീനുണ്ടോ? ഡ്രസ്സിങ്ങിലുണ്ടോ? ഉണ്ടോ? ആണും പെണ്ണും ഡ്രസ് വ്യത്യാസമുണ്ടോ? പാന്റും കുപ്പായും അല്ലേ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കണത്? പറഞ്ഞു നോക്കി. വീട്ടിൽ ചെന്ന് നടക്കൂലാന്ന് നിങ്ങൾ വെറുതെ പോയിക്കോളി അറിയോ? അത്രേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാവരും ആട്ടിയകറ്റുന്ന ഒഴിവാക്കുന്ന ഈ മതത്തെ ആ സമയത്ത് മാറോട് ചേർക്കുന്ന പരദേശികൾക്ക് മംഗളാശംസ. അള്ളാഹു അവരെ ചേർത്ത് പിടിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് അള്ളാഹ് മറക്കണ സമയം അള്ളാനെ ചേർത്ത് പിടിക്കണം. അപ്പൊ ജനങ്ങൾ മറക്കണ സമയം അള്ളാഹ് നമ്മളെ ചേർത്ത് പിടിക്കും. അതാണ് ശഅബാൻ. ജനങ്ങൾ അള്ളാനെ മറക്കണ സമയം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച് റമളാനിലെ നോമ്പിനുള്ള പരിശീലനം അത് തുടങ്ങേണ്ട, ചെയ്തുകൊണ്ടിരിക്കേണ്ട മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ വ്രതത്തിനും ഖുർആനോത്തിനും ഇഅ്തികാഫിനും
ദുആക്കും സദഖക്കുമൊക്കെ വലിയ പരിശീലനം നേടേണ്ട മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശഅബാനിൽ പ്രത്യേകിച്ച് ശഅബാൻ 15-ന് ഒരു പ്രത്യേക നോമ്പോ ഒരു പ്രത്യേക നമസ്കാരമോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുവാനും പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ ആവശ്യമായ വിധത്തിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കുവാനും ഈ മാസത്തിൽ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഗതമാകുന്ന റമളാന്റെ ഓരോ സെക്കൻഡും പരമാവധി ഉപയോഗപ്പെടുത്തി റമളാൻ കൊണ്ട് നേടേണ്ട എല്ലാം നേടാനുള്ള ആയുസ്സും ആരോഗ്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അപ്പം അള്ളാഹുവിനെ മറക്കണ സമയം, ജനങ്ങൾ അള്ളാഹിനെ മറക്കണ സമയം നമ്മൾ അള്ളാഹിനെ ഓർക്കണം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാൾ രാത്രി കിടന്നുറങ്ങി, ഇടയ്ക്കൊന്ന് ഉണരും. ഏതായാലും പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, അലാറം വെച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ 1 മണി 2 മണി ഒന്ന് ഉണരും. ഉണർന്നു. ആ ഉണർവിൽ അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്ന മനുഷ്യന്മാരില്ലോ ഇല്ല. നമ്മളെന്താ ചെയ്യുക? വേഗം രണ്ടാമത് പുതപ്പൊക്കെ ശരിയാക്കി രണ്ടാമത്തെ ഉറക്കി ശരിയാക്കല. എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ഒരു മനുഷ്യൻ അവിടെ പറഞ്ഞാൽ എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ സാധാരണ പറയുന്നത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊരു മനുഷ്യൻ അവിടെ പറഞ്ഞാൽ അവന്റെ മുഴുവൻ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. കാരണം ആരും പറയാത്ത സമയം, ആരും ശ്രദ്ധിക്കാത്ത സമയം. അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാവരും അള്ളാഹിനെ മറക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. അതാണ് ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം. ഒന്ന്. രണ്ടാമത്തത്, നമുക്കെല്ലാവർക്കും ഇപ്പൊ വീട്ടിൽ നിന്ന് ഈ ജുമുഅ കഴിഞ്ഞാൽ പോയാൽ നമുക്ക് സ്വന്തം വീടുണ്ട്, സ്വന്തം ഇണകളുണ്ട്, മക്കളുണ്ട്. ഒരാളെയും പേടിക്കാതെ കിടന്നുറങ്ങാനും ജീവിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കരിയാട് ഒരു പാവപ്പെട്ട കുടുംബം, അവർക്ക് വേണ്ടി മണ്ഡലം കമ്മിറ്റി ഒരു വീടുണ്ടാക്കി. വീടിന്റെ പണിയൊക്കെ പൂർത്തിയായി. പക്ഷേ ആ വീട് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കണില്ല. കാരണം ഒരു 4.5 ലക്ഷം റുപ്യ കടമുണ്ട്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ച റബ്ബേ, നമ്മളെ നാട്ടിലൊക്കെ കേൾവി എന്ന് പറഞ്ഞാൽ കരിയാട്, പെരിങ്ങത്തൂര്, കടവത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ ഗൾഫിലൊക്കെ കച്ചവടക്കാരും വലിയ വലിയ പൈസ ഉള്ള ആളുകളുമാണ്. എന്നിട്ട് ഓല നാട്ടിൽ ഒരു വീട് പാവപ്പെട്ട കുടുംബത്തിന് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ പൈസ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ അള്ളാന്റെ അടുക്ക നമ്മൾ മറുപടി പറയാം? യബ്ന ആദം മരിത്തു, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ അള്ളാഹ് പറയും പരലോകത്ത്. നമ്മൾ ചോദിക്കാം, അപ്പൊ ഈ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ഈ പടച്ചോനല്ലേ? അപ്പൊ അള്ളാന്റെ മറുപടി എന്താ? ഇന്നാലിന്ന അടിമ രോഗിയായിരുന്നു, അവനെ നീ സന്ദർശിച്ചോ? ഇല്ല. അവനെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്കെന്നെ അവിടെ കാണാമായിരുന്നു. കണ്ട, ഈ പാവപ്പെട്ട കുടുംബത്തെ പറ്റി ചോദിക്കും. ഈ നാട്ടിലെ പരിസരത്തുള്ള മുഴുവൻ ആളോട് ചോദിക്കും, നിങ്ങളെ വീടിന്റെ ഒക്കെ വലുപ്പം എത്രയാ? നിങ്ങളെ വണ്ടിന്റെ ചാർജ് എത്രയാ? ഒരു മാസം പെട്രോൾ അടിക്കുന്ന പൈസ എത്രയാ? ഒരു മാസം ഫോണിൽ റീചാർജ് എത്ര റുപ്യ ചെലവാക്കുന്നത്? പാവപ്പെട്ട ഒരു കുടുംബത്തിന് നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ ഈ പള്ളി വന്നോലെ ഏറ്റെടുക്കണം. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കലക്ഷനാ. 10 റുപ്യ ഇട്ടാലും വാതിലടക്കൂല കേട്ടോ, പള്ളിയിലെ വാതിലടക്കൂലേ. പക്ഷേ അള്ളാന്റെ അടുക്ക മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു 4.5 ലക്ഷം റുപ്യ ഈ പള്ളിയിൽ നിന്ന് അടുത്ത വെള്ളിയാഴ്ച കിട്ടണം. സഹോദരിമാരെ, എത്ര പവൻ ആഭരണം നിങ്ങൾക്ക്? ഒരു മോതിരെങ്കിലും ആ കുടുംബത്തിന് നിങ്ങൾ കൊടുക്കണം. നിങ്ങളൊക്കെ കൊടുക്കുന്ന അതേ സംഖ്യ കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥനാ. പ്രസംഗിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അത് കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ കുടുംബത്തെ നോമ്പിന്റെ മുമ്പ് ആ വീട്ടിൽ കുടിയിരുത്തണം. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ട് 8 വെള്ളിയാഴ്ച വരാവും. സഹോദരൻ, എൻ്റെ അതേ പേരുള്ളൊരു സഹോദരൻ അഷ്റഫ് സാഹിബിന്റെ സഹോദരൻ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ
ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ കുടുംബസമേതം ഞങ്ങളെ എല്ലാം നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.